നമുക്കിന്ന് കൊഞ്ച് വെച്ച് തീയലുണ്ടാക്കി നോക്കിയാലോ. കുറച്ച് കൊഞ്ച് ഇന്ന് കിട്ടിയിരിക്കുകയാണ്. ഇത് അത്ര വലുതുമല്ല ചെറുതുമല്ല, ഒരു ഇടത്തരം കൊഞ്ചാണ്. നമുക്ക് ഇത് ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് തയ്യാറാക്കി വയ്ക്കാം. തേങ്ങ ചെറുതായിട്ട് ഇളകി വീഴാതെ വളരെ ചെറുതായി തിരുമിയെടുക്കുക. തിരുകിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് പുളി എന്നിവയൊക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ആവശ്യത്തിന് മുളക് പൊടി ചേർക്കുക. മല്ലിപ്പൊടി, കൊഞ്ച് വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. അതിൻ്റെ കൂടെ കുറച്ച് കൊച്ചുള്ളിയും ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പച്ചമുളക്, കറിവേപ്പില, ഒരു തക്കാളി, കുറച്ച് ഇഞ്ചിയും കൂടി ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് താളിച്ചെടുക്കുക. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വറ്റൽമുളക് എന്നിവ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. ഇതും നന്നായി വഴറ്റി എടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരുന്ന കുറച്ച് ആ അരപ്പെല്ലാം കൂടെ നമുക്ക് മിക്സിയിലൊന്ന് അടിച്ച് എടുക്കാം, പേസ്റ്റാക്കി എടുക്കുക. ഇതിലേക്ക് ഒരു ടൊമാറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വൃത്തിയാക്കി വെച്ചിരുന്ന കൊഞ്ചുകൂടി ചേർത്ത് കൊടുക്കുക. ഇനി മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളിയെല്ലാം ഒരു അര വേഗ ആയിട്ടുണ്ട്. അതിലേക്ക് ഈ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി ഇളക്കി അടച്ച് വേവിക്കുക. തിള വരുമ്പോൾ പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. ഇവിടെ നല്ല കൊഞ്ച് തീയലിപ്പോൾ നന്നായി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് നമുക്ക് കൊഞ്ച് തീയൽ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇത് ചോറിൻ്റെ കൂടെ നമുക്ക് കഴിച്ചാലോ.